നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സ തേടിയ 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 3 മാസം പ്രായമുള്ള കുഞ്ഞിനും യുവാവിനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 4ാം ക്ലാസ്സുകാരി മരിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തിയ ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിനും അന്നശ്ശേരി സ്വദേശിയായ യുവാവിനുമാണ് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഇവരുടെയും വീടുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. കോട്ടയം പാല മുത്തോലിയിൽ റിട്ടയർഡ് SI ലോഡ്ജിൽ മരിച്ച നിലയിൽ. പാലയിൽ SI ആയി റിട്ടയർ ചെയ്ത പുലിയന്നൂർ തെക്കേൽ സുരേന്ദ്രൻ TJ ആണ് മുത്തോലി കവലയ്ക്ക് സമീപമുള്ള ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാരുമായി പിണങ്ങി ഇയാൾ 1 വർഷത്തോളമായി ലോഡ്ജിലാണ് താമസിച്ചു വന്നിരുന്നത്. മരണകാരണം വ്യക്തമായിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് പാലാ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിച്ച ആനകൾ ഇടഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിച്ച ആനകൾ ഇടഞ്ഞ് പരസ്പരം കൊമ്പുകോർത്തു. കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയും അമ്പാടി മഹാദേവൻ എന്ന ആനയുമാണ് കൊമ്പ് കോർത്തത്. ആനയൂട്ട് കഴിഞ്ഞ മടങ്ങും വഴി കൊട്ടിലായിക്കൽ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടെയാണ് സംഭവം. കൊളക്കാടൻ കുട്ടിശങ്കരൻ അമ്പാടി മഹാദേവൻ എന്ന ആനയെ കുത്താൻ ശ്രമിച്ചു. ഇതിനിടെ കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയുടെ പാപ്പാൻ ഷൈജുവിന് ആനപ്പുറത്തുനിന്നും താഴെ വീണ് തോളിന് പരിക്കേറ്റു. 2 ആനകളെയും പാപ്പാന്മാർ തളച്ചു. മറ്റാനകളെ തിരക്കിട്ട പാപ്പാന്മാർ സ്ഥലത്തു നിന്നും മാറ്റി. 11 ആനകളെയാണ് ആനയൂട്ടിനായി സ്ഥലത്തെത്തിച്ചത്. സംഭവത്തെ തുടർന്ന് ജനം പരിഭ്രാന്തരായി കിട്ടിയ വഴി ഓടി രക്ഷപ്പെട്ടു. ഇതേ തുടർന്ന് സമീപത്തെ താൽക്കാലിക കടകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥർ സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു. കേരളത്തിലേക്ക് MDMA എത്തിക്കുന്നവരിൽ പ്രധാനി പിടിയിൽ. നൈജീരിയൻ സ്വദേശി ഡിയോ ലയണലാണ് ബംഗളൂരുവിൽ അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് 110 ഗ്രാം MDMAയുമായി തിരുവനന്തപുരത്ത് 2 പേർ പിടിയിലായിരുന്നു. ഈ 2 പേർക്ക് MDMA എത്തിച്ചു നൽകിയത് ഇടനിലക്കാരനായ തിരുവനന്തപുരം സ്വദേശിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായിരുന്നു. ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മുഖ്യകണ്ണിയായ നൈജീരിയൻ സ്വദേശി കൂടിയായ ഡിയോ ലയണിനെ പിടികൂടിയത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ദിവസം തന്നെ ഇയാളുടെ ഫോണിലേക്ക് എത്തുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവാഹ പാർട്ടി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് കാറിലിടിച്ചു മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്ക്. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് മറിഞ്ഞ് വൻ അപകടം. കുറ്റിപ്പുറം പള്ളിപ്പടിയിൽ കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം വിവാഹ പാർട്ടി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് മറിഞ്ഞത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. വേഗതയിലെത്തിയ ബസ് കാറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. റോഡ് വീതി കുറയുന്ന സ്ഥലത്തെ കുഴിയിലാണ് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സം നേരിടുകയാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലെന്നാണ് വിവരം.